എങ്ങനെയാണ് ശരിക്കും നിങ്ങളെല്ലാവരും ഈ പുഴയും കടന്നിലേക്ക് എത്തിപ്പെട്ടിയത്? വിളിച്ചപ്പോ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത് സമയപ്പോ മുങ്ങി. അപ്പൊ എന്നെ വിളിച്ചു, അങ്ങനെ കിട്ടിയതാണ്. ഞാൻ ശരിക്കും ഈ പുഴ പോലെ ഒഴുകി വന്നത്. അച്ഛനും അമ്മയൊക്കെ പാവം. അവരെ സന്തോഷമായിട്ട് ഉണ്ടാക്കിയ പിള്ളേരല്ല നമ്മളെ. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതിന് മക്കളുടെ എണ്ണം കൂടുതലാണ്. അത് എനിക്കെന്തോ അങ്ങനെ എന്തോ ഒരു 45 മക്കളുള്ള അമ്മയായിട്ടാണ് ഒരു വരം കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് അങ്ങനെ വരം തന്നിട്ടുണ്ട്. ആക്ച്വലി യൂസ് ഡ്രസ് ഇട്ടപ്പോ ഞാൻ ചെറുപ്പം മാറി. എനിക്ക് എന്താ ചെയ്യാന്ന്. ഞാനാണെങ്കിൽ പൊട്ടത്തിൽ നിന്ന് പറയുന്നു, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു അമ്മ ചെയ്തിട്ടില്ല. നല്ലൊരു പാവച്ചനാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോയി സത്യം പറഞ്ഞാൽ. എന്നെ ദത്തെടുക്കാന്ന് പറഞ്ഞു. അത് പുള്ളിക്ക് അബദ്ധം പറ്റിപ്പോയതാ വന്ന സമയത്ത്. തിരുവനന്തപുരത്ത് വന്ന ഇവിടെ പോയാലും കടയുടെ പരസ്യത്തില് ഉണ്ടാവും. ചായക്കടയുടെ ഒക്കെ പോകുന്നുണ്ട്, ഇപ്പൊ പെട്ടിക്കടയുടെ. അതിനേക്കാൾ കുസൃതിയിലാണ് നീങ്ങിയിരിക്കുന്നത്. ഇതിൽ ആരുടെ പേരായിട്ടാണ് വരുന്നത്? ഇപ്പൊ തന്നെ എന്നെയൊക്കെ വിളിക്കുന്നത് നിഷാ ചേച്ചി, ഗംഗാ ചേച്ചിയെ കണ്ടാർന്നോ? ആ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഈ പുഴയും കടന്ന്. നമസ്കാരം. ഇന്ന് ഫിൽമി ബീച്ചിനൊപ്പമുള്ളത് ഈ പുഴയും കടന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് എത്താൻ പോകുന്ന പുതിയ സീരിയലിലെ താരങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിന്റെ പേരും നിങ്ങളുടെ ശരിക്കുള്ള പേരും ഒന്ന് ഒരു സൈഡിൽ നിന്ന്, നിശ്ചയിച്ചിന്റെ സൈഡിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിശ്ചയിച്ച് ശാരദ. അരവിന്ദൻ. അരവിന്ദൻ മാത്രമേ ഉള്ളൂ. അല്ല, ശരിക്കും പേര് പറയനി. അരവിന്ദാക്ഷൻ. അല്ലല്ല, ശരിക്കും പേര് കുഞ്ഞകൃഷ്ണൻ. ലക്ഷ്യ നിള എന്നാണ് പേര്. നിള. ശരിക്കുള്ള പേര് രേവതി, ക്യാരക്ടർ നെയിം യമുന. ഗോമതി പ്രിയ, കാവേരി. എൻ്റെ പേര് പ്രബിൻ, ക്യാരക്ടർ നെയിം നരേന്ദ്രൻ. എങ്ങനെയാണ് ശരിക്കും നിങ്ങളെല്ലാവരും ഈ പുഴയും കടന്നിലേക്ക് എത്തിപ്പെട്ടിയത്? വിളിച്ചപ്പോ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നെ ഇത് കണ്ടിട്ട് ഞാൻ ഇന്ന പെർഫോമൻസ് ചെയ്തിട്ടാണ് കാസ്റ്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ? ഇല്ല, ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത് സമയപ്പോ മുങ്ങി. അപ്പൊ എന്നെ വിളിച്ചു, അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ കിട്ടിയതാ. ഞാൻ ശരിക്കും ഈ പുഴ പോലെ ഒഴുകി വന്നതാ. സോ ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് ഇത് കുറച്ചും കൂടി ബോൾഡായിട്ട് മാറി നിൽക്കുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ സീന് കണ്ടാൽ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. ഇതുപോലെ സ്മോൾ സ്ക്രീനിൽ ഏതൊരു ഹീറോയിനും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടില്ല. സോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും. സോ അത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഇത് എൻ്റെ കംബാക്കും കൂടിയാണ്. സോ വളരെ ഹാപ്പി ആയിട്ട് ഫുൾ ഹാർട്ടഡ് ആയിട്ട് ഈ പ്രോജക്റ്റിന് അകത്തേക്ക് ഞാൻ ഏറി. സോറി, എനിക്കങ്ങനെ കയറിയെന്നറിയില്ല. എന്നെ ഏഷ്യാനെറ്റ് ത്രൂ ആണ് എന്നെ വിളിച്ചത്. സോ സന്തോഷം, ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ. എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ നന്നായി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇത്രയും വലിയൊരു വർക്കിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ, ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും വലിയൊരു സന്തോഷം. സോ ഞാൻ ഓഡീഷൻ ത്രൂ ഒന്നല്ല വന്നത്. ആക്ച്വലി ഞാൻ ഓഡീഷൻ ത്രൂ ആണ് സീരിയൽ രംഗത്തേക്ക് വന്നത്. പക്ഷേ ഇതിലേക്ക് ചാനൽ ത്രൂ വിളിച്ചപ്പോൾ അങ്ങനെ ക്യാരക്ടർ ചൂസ് ചെയ്തപ്പോൾ നന്നായിട്ട് തോന്നി. സോ അങ്ങനെയാണ് ഇതിലേക്ക് ഇന്നായത്. ഈ പുഴയും കടന്ന് എങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു സീരിയലാണ്? എങ്ങനത്തെ ആയിരിക്കും പ്രേക്ഷകർ എങ്ങനത്തെ ഒരു സീരിയലായിട്ട് വേണം പ്രതീക്ഷിക്കാൻ? സാധാരണ നമ്മളിപ്പോൾ കാണുന്ന ഇപ്പോൾ കുറേ പാറ്റേൺ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് സ്റ്റോറി. ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാമോ? നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ആ സീരിയലും കാണാത്തതുകൊണ്ട്. അല്ല ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ലല്ലോ സ്റ്റോറി ഇതുവരെ. സബ്ജക്റ്റ് ഇല്ല. ഇല്ലേ, വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കഥ കേട്ടപ്പോൾ ഞാൻ ആദ്യമാണ് ഇങ്ങനെ സീരിയലിൽ ഇങ്ങനെ ഒരു സ്റ്റോറി കേൾക്കുന്നത്. അപ്പോൾ ആ കഥയിലേക്ക് അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടാണ് എൻ്റെ വരവ്. അപ്പോൾ എല്ലാവരും ഒരുവിധപ്പെട്ട ഒരു മാഷും അങ്ങനെ തന്നെയാണ് വന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ഒറ്റയ്ക്ക് പടവെട്ടി വരുന്ന പെൺകുട്ടികളുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നമ്മളല്ല ഇന്നത്തെ താരങ്ങൾ. ഈ 4 പെൺകുട്ടികളാണ്. ഒരാളും കൂടെ ഉണ്ട്. ഒരാൾ ഇപ്പോൾ ട്രെയിന് സമയം കൊണ്ട് അങ്ങോട്ട് പോയി. 4 പെൺകുട്ടികളാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ അച്ഛനും അമ്മയൊക്കെ പാവം. ഭയങ്കര അവരെ സന്തോഷമായിട്ട് ഉണ്ടാക്കിയ പിള്ളേരല്ല നമ്മളെ. ഞാൻ പറഞ്ഞത് അച്ഛനും അമ്മയൊക്കെ പാവന്നേ പറഞ്ഞുള്ളൂ. ലീവും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇന്നിവിടെ ഒരു സീറ്റും കൂടെ ഇടായിരുന്നു. അപ്പോൾ 4 പെൺകുട്ടികളുടെ അമ്മയായിട്ടുള്ള റോളാണ്. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതിന് മക്കളുടെ എണ്ണം കൂടുതലാണ്. അത് എനിക്കെന്തോ അങ്ങനെ എന്തോ ഒരു 45 മക്കളുള്ള അമ്മയായിട്ടാണ് ചെയ്യുന്ന കഥാപാത്രം. ഒരു വരം കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് വരം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള അമ്മ കഥാപാത്രം എങ്ങനെയാണ്?
കുറച്ച് സ്ട്രിക്റ്റായ അമ്മയാണോ, ഫണ്ണി ആയിട്ടുള്ള അമ്മയാണോ, സ്നേഹനിധിയായ പാവ അമ്മയാണോ? എല്ലാം കൂടി ചേർന്നൊരു അമ്മയാണ് അല്ലേ? എല്ലാ ഷെയ്ഡും ഉണ്ട്. അതാണ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു അമ്മ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടൊരു അമ്മയാണ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പെരുമാറുന്നതും ഒരു സമയത്ത് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അടുത്ത സമയത്ത് കാണുമ്പോൾ സംസാരിക്കുന്നത്, മക്കളുടെ അടുത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്നും അറിയാൻ പറ്റാത്തൊരു അമ്മ അല്ലേ? ഞാനാണെങ്കിൽ പൊട്ടത്തിന്ന് പറയുന്നു. അതന്നെ പൊട്ടത്തിയ അങ്ങനത്തെ ഒരു അമ്മ. അല്ല, അമ്മേനെ കുറിച്ചുള്ള മക്കളുടെ അഭിപ്രായം പറയാം. ക്യാരക്ടറാണോ? അതെ, ക്യാരക്ടർ പറഞ്ഞിട്ട് റിയൽ പറഞ്ഞോ, സെറ്റിൽ എങ്ങനെയാണെന്ന്. സാധാരണയെ പറ്റി രണ്ടും പറയാൻ. രണ്ടും പറയാം. ആ, എൻ്റെ അമ്മ, എൻ്റെ ശരിക്കുള്ള അമ്മ സീതമ്മ ഇങ്ങനെ കൊഞ്ചിക്കത്തില്ല. ഇങ്ങനെ അയ്യോ മോടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ വാരിക്കൊഴുതി അങ്ങനെ സ്നേഹം തരത്തില്ല. അമ്മ ഭയങ്കര ദേഷ്യം. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് എൻ്റെ അടുത്ത് സ്നേഹമില്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ ദേഷ്യത്തിലൊരു സ്നേഹമുണ്ട്. ചേച്ചി അതുപോലെ അങ്ങനെ അയ്യോ അയ്യോ രേവതി അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ ഷാർപ്പായിരിക്കും, അതിനുള്ളിലൊരു സ്നേഹം ഉണ്ടാവും. ക്യാരക്ടറും അതുപോലെ തന്നെയാണ്, അകത്തും പുറത്തും ഒക്കെ ഒരുപോലെ തന്നെയാണല്ലേ? ആണ്. ആണാണ്. എന്റെ അച്ഛനും അങ്ങനെയാണ്. പാവം. അപ്പൊ അച്ഛനെ പറ്റി സംസാരിക്കാം. അച്ഛൻ എങ്ങനത്തെ ഒരച്ഛനാണ് സീരിയലില്? നല്ലൊരു പാവ അച്ഛനാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോയി സത്യം പറഞ്ഞ. പെട്ടുപോയ അച്ഛനാണ്. 5 പെൺകുട്ടികളുടെ കൂടെ അച്ഛൻ ഇത്രയും ഒരു അച്ഛന് പെമ്മക്കളില്ല, അതുകൊണ്ട് പുള്ളി അത് എൻജോയ് ചെയ്യാനുണ്ട്. എന്നെ ദത്തെടുക്കാന്ന് പറഞ്ഞു. അത് പുള്ളിക്ക് അബദ്ധം പറ്റിപ്പോയതാ വന്ന സമയത്ത്. ഇത് തുടങ്ങിയ സമയത്ത് പുള്ളി അങ്ങനെ മനസ്സിൽ വിചാരിച്ചോ ഇവരൊക്കെ എന്റെ മക്കളായിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഓക്കെ, ഇതിന്റെ കാര്യം എങ്ങനെയാണെന്ന് മാഷിക്ക് ശരിക്കും 2 ആൺകുട്ടികളാ. മാഷ് പറഞ്ഞു മൂന്നാമതൊന്നായിട്ട് ദത്തെടുത്തോളം സന്തോഷമാണ്. എന്താ ചേട്ടൻ ദത്തെടുക്കുന്നുണ്ടോ? ഇപ്പൊ മുടിവ് മാറ്റി. ഇതിപ്പോ പുള്ളിക്ക് ഇത് കൈ ഷൂട്ട് കഴിഞ്ഞ് പോണം, അത് കഴിഞ്ഞിട്ട് പുള്ളി പറയും. ചേട്ടൻ്റെ ഫസ്റ്റ് സീരിയൽ എക്സ്പീരിയൻസ് ആണ്, ഇത്ര നാളത്തെ സിനിമാ ജീവിതത്തിൽ നിന്ന് മാറി ഫസ്റ്റ് സീരിയൽ എക്സ്പീരിയൻസ് ആണ്. എന്ത് തോന്നുന്നു? സീരിയലിലേക്ക് വരുന്ന പ്രതീക്ഷയല്ല, സിനിമയിൽ വന്നു. പിന്നെ എൻ്റെ ഒരു സീരിയൽ നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ വന്നിട്ടില്ല. വേറൊരു ചാനലിൽ നിന്ന് സീരിയലിലേക്ക് വിളിച്ചിരുന്നു. ഞാൻ താല്പര്യം എടുത്തില്ല. പക്ഷേ ഇതിൽ അപ്സര വിളിച്ചപ്പോൾ അതിൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമ കാണുന്നൊരു ഓഡിയൻസ് വേറെയാണ്, തിയേറ്ററിൽ പോയി സിനിമ കാണുന്നൊരു ഓഡിയൻസ് വേറെയാണ്. പക്ഷേ വീട്ടിലിരുന്ന് ഈ സീരിയൽ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആളുകൾ നേരിട്ട് കാണുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നാട്ടിലെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ ഈ സിനിമ കഴിഞ്ഞ് നമ്മളെ എറണാകുളത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വരും. ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകും, കാസർഗോഡ് ഇടിയപോലെ. ആ നാട്ടിൽ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, തൊഴിലുറപ്പിൻ്റെ സ്ഥലത്തു നിന്നെല്ലാം ആളുകൾ ചോദിക്കുന്നുണ്ട്, സീരിയൽ ഉണ്ടല്ലേ? അപ്പോൾ അവരെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ സിനിമ കാണാൻ പോകാത്ത ഒരുപാട് ആളുകൾ വീട്ടിലിരുന്ന് നമ്മളെ കാണും. വീട്ടിലെ ജോലി ചെയ്യുന്നവർ, പ്രായമായ ആളുകളൊക്കെ കാണും. അതുകൊണ്ട് ഏതായാലും അത്തരം പ്രേക്ഷകരും കൂടെ കാണുമല്ലോ എന്നൊരു സന്തോഷം കൂടി ഉണ്ട് ഇതിൽ. പ്രേക്ഷകരെ എക്സ്പാൻഡ് ആവും സീരിയലിനും കൂടെ. അതെ. ഏതായാലും ഈ സീരിയൽ ഏതായാലും ആളുകൾ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയല്ല, എല്ലാ സീരിയലും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഈ സീരിയൽ കുറച്ചുകൂടി ജനകീയമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് നിഷാ സാറൊക്കെ ഉള്ളൊരു സീരിയലല്ലേ. നിങ്ങൾ തിരിച്ചു പറ, ചേട്ടനുള്ള സീരിയൽ അല്ല, ഇപ്പം ഈ ഗോമതി പ്രിയ അതുപോലെ തന്നെ പ്രബിൻ അവരൊക്കെ ആളുകൾ ഈ സീരിയൽ സ്ഥിരമായി കാണുന്ന കക്ഷികളാണ്. പിന്നെ ഇദ്ദേഹം വേറെ സീരിയലിൽ അഭിനയിച്ച കക്ഷിയാണ്. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഈ തിരുവനന്തപുരത്ത് വന്ന ഇവിടെ പോയാലും കടയുടെ പരസ്യത്തിൽ ഞാൻ ഇതിനിടെ ഒരു ഉദ്ഘാടനത്തിന് മാത്രമല്ല ചായക്കടയുടെ ഒക്കെ പോകുന്നുണ്ട്, പെട്ടിക്കടയുടെ നല്ല പ്രൊമോഷൻ. ഞാൻ ചെയ്തത്ര പോലും ചേച്ചി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഇതെല്ലാം ബോർഡിങ്ങെല്ലാം കണ്ടിട്ടുണ്ട്, അതിൻ്റെ പരസ്യം വെച്ച്. അപ്പോൾ യമു കാര്യമായിട്ട് അതിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം 8ാം ക്ലാസ്സിലാണ് ഈ സിനിമ, ഇതിൽ സീരിയലിൽ 8ാം ക്ലാസ്സാണ്. അല്ല ശരിക്കും ഞാൻ പറയൂലേ, ശരിക്കും 8ാം ക്ലാസ്സിൽ, ഇതിൽ ശരിക്കും 5ാം ക്ലാസ്സിലാണ്. പക്ഷെ നല്ല പ്രായവും പക്വതയിലൊരു കുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത്. മോളുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഈ സീരിയലിലെ? ഒരു വ്ളോഗറാണ്, പിന്നെ അച്ഛൻ്റെ കുസൃതി കുടിക്ക. ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. അല്ല, ഇതിനകത്ത് അച്ഛൻ്റെ കുസൃതി കുട്ടിയാണ്, ഇളയ കുട്ടിയാണ്. അപ്പൊ അത് അതിൻ്റെതായ ഒരു കൊഞ്ചലൊക്കെ എല്ലാരിൽ നിന്നും കിട്ടുന്നുണ്ട്, സ്വയം പറയുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച്
കുറച്ചൊരു എക്സ്ട്രോവേർട്ടായിട്ട് പിന്നെ വ്ളോഗ് ചെയ്യുന്ന, പിന്നെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അകത്ത്. എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ശരിക്കും അങ്കിള് എന്നല്ല വിളിക്കുക, അച്ഛൻ തന്നെ വിളിക്കുക. അങ്ങനെ അത്ര ഇത് പിന്നെ ഒരു കുസൃതിയൊക്കെ കാണിച്ച് നടക്കുന്ന ഒരു 8ാം ക്ലാസ്സിലെ കുട്ടി. അങ്ങനെ അപ്പം സീരിയലിൽ ഏറ്റവും കുസൃതി ഉള്ളത് മോളാണ്. അതിനേക്കാൾ കുസൃതിയിലാണ് നീങ്ങിയിരിക്കുന്നത്. കൊടുക്കൂ മൈക്ക്. കുറച്ചുകൂടി എങ്ങനെയാണ് ക്യാരക്ടർ ഡെവലപ്മെന്റ് പോവുക സീരിയലിൽ? ഇതിൽ ആക്ച്വലി ഞാൻ IAS അതിലോട്ട് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ക്യാരക്ടറും ഇതുപോലെ എക്സ്ട്രോവേർട്ട് ആയിട്ട് ഒരുപാട് സംസാരിക്കുന്ന ആളാണോ? ഞാൻ പൊതുവെ ഇങ്ങനെ സംസാരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് അധികം സംസാരിക്കാൻ ഇതിനകത്തെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. അധികം സംസാരിക്കുന്നില്ല, നല്ല ബുദ്ധിജീവി, നല്ലോണം പഠിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആണ് ആള്. അതൊന്നും അല്ല ഞാൻ. പെട്ടെന്ന് ഫീൽ ചെയ്യും, എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഫീൽ ചെയ്യും. ഇപ്പൊ ഞാൻ നേരത്തെ പെട്ടിക്കട ചായക്കട എന്ന് പറഞ്ഞപ്പോ തന്നെ ആളപ്പം തന്നെ കൗണ്ടർ എന്നെക്കാൾ കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെന്ന് പെട്ടെന്ന് ഫീൽ ചെയ്യും. പെട്ടെന്ന് ഫീൽ ചെയ്യല്ലേ. സംസാരിക്കാം. പെട്ടെന്ന് എല്ലാവരോടും കമ്പനിയാവും, എല്ലാവരും പെട്ടെന്ന് സ്നേഹിക്കും. അപ്പൊ സെറ്റിൽ ഫസ്റ്റ് എല്ലാവരോടും കമ്പനി ആയത് ആണോ? എല്ലാവരോടും ഞാൻ കമ്പനിയാണ്. എനിക്കൊന്നും ഈ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിരുന്നാലും ഇവരെല്ലാവരും കോമൺ ആയിട്ട് വിളിക്കുന്ന എന്നെയാണ്. അമ്മയായിരുന്നാലും അച്ഛനായിരുന്നാലും ചേച്ചിയായിരുന്നാലും ഹരിതേച്ചി ആയിരുന്നാലും ഒരു കോമൺ കോണ്ടാക്ട് വെക്കുന്നത് ഞാനുമായിട്ടാണ്. ആ ക്രെഡിറ്റ് ഉണ്ട്. അതെ അതെ അതെ. ചേട്ടനുമായിട്ടൊന്നും വന്നിട്ടില്ല. ഇനി അടുത്ത ചേട്ടൻ ചേച്ചി ഞാൻ പിടിക്കുന്നുണ്ട്, സ്വദേശി ഞാൻ പിടിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് ഗോമതി. മലയാളം എങ്ങനെ ഓക്കെ ആയിട്ട് വരുന്നുണ്ടോ? നന്നായിട്ട് സംസാരിക്കും. നന്നായിട്ട് സംസാരിക്കും. എല്ലാം ഓക്കെ ആണ്. കുറച്ചല്ല, നന്നായിട്ട് സംസാരിക്കുന്നത്. എല്ലാം ഓക്കെയാണ്. നമുക്ക് നമ്മളിപ്പോ ഇരുന്നിട്ട് ചേച്ചിയുടെ എന്തെങ്കിലും കാര്യം പറയാനായിട്ട് മനസ്സിലാവത്തില്ല, കറക്റ്റ് ആക്കും. എന്നെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്. ഇനി മാറി പറയാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, ഇപ്പൊ മനസ്സിലാവും, പറയുമ്പോ ചിലപ്പോഴൊക്കെ കുറച്ച് കുറച്ച് വരും. പക്ഷെ കണ്ടന്റ് മനസ്സിലാവും. ചില വാക്കുകൾ മനസ്സിലാവണമെങ്കിൽ ചോദിക്കും എന്താണ് മീനിങ്. അപ്പോൾ അവർ മലയാളത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ ഈസി മലയാളത്തിൽ സംസാരിക്കും. അത് പഠിപ്പിച്ചു കൊടുക്കും. അസിസ്റ്റന്റ് ക്യാമറാമാനോട് ചോദിച്ചാലും പറഞ്ഞാൽ വലിയ തമാശയാവും. അതെന്താ എപ്പിസോഡ് മലയാളത്തിന് ആരെങ്കിലും കളിയാക്കാറുണ്ടോ സെറ്റില്? മലയാളം പറയുന്നതിൽ അത് കൊറേ ഉണ്ട്, കൊറേ വേർഡ്സ് ഉണ്ട്. എല്ലാരും എന്നെയൊക്കെ വിളിക്കുന്നത് നിഷാ ചേച്ചി, ഗംഗാ ചേച്ചിയെ കണ്ടാർന്നോ, കളിഞ്ഞോ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഇപ്പൊ ശരി. ടൈറ്റിൽ പോലും പറയാത്ത രീതിയിൽ ഇരുന്നാൽ എങ്ങനെ ജീവിക്കും? ഒന്ന് പറഞ്ഞ ഈ പുഴയും കടന്ന് എന്നിട്ടുണ്ടാവുന്നില്ല. ഞാൻ രായാണ് തെറ്റൊന്നും പറഞ്ഞു. ഞാനും അതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കടന്ന് ഇപ്പൊ കറക്റ്റ് ആയി. അപ്പൊ പ്രവീണിന്റെ കാര്യമാണെങ്കിൽ എങ്ങനെയാണ് ക്യാരക്ടർ ഇതിൽ ആരുടെ പേരായിട്ടാണ് വരുന്നത്? അത് പറയണ്ട. വന്നിട്ടുണ്ടോ? അത് പറയണോ? അത് പറയണ്ട, അതിപ്പോ പറയണ്ട. അത് പറയുന്നില്ല. ഇപ്പൊ തന്നെ എക്സ്പ്രഷൻ മനസ്സിലാക്കേണ്ട ആരാണെന്നുള്ളത്. ഇല്ല, ഇതിൽ എൻ്റെ ക്യാരക്ടർ ഞാൻ ഒരുപാട് പ്ലേസ്ഡ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ അധികം എപ്പിസോഡ്സ് എന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് നരേന്ദ്രൻ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ നരേന്ദ്രൻ ഒരു അനാഥനാണ്. ലൈക്ക് അച്ഛനും അമ്മയില്ല, അയാൾക്കൊരു മുത്തശ്ശിയാണ് ഉള്ളത് അയാളുടെ ഫാമിലിയിൽ. സോ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇവരുടെ ഫാമിലിയായിട്ട് എങ്ങനെ ഒരു ബ്ലെൻഡ് ആവുന്നു, അല്ലെങ്കിൽ എന്ത് ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്യാരക്ടർ റൂട്ട് എന്ന് പറയുന്നത്. സോ അതാണ് ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്. എങ്ങനെയാ സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവര് പുള്ളിയെ അച്ഛനായിട്ട് കാണും, എന്റെ ഫ്രണ്ടായിട്ടേ കാണുള്ളൂ. അല്ല, ഇവർ രണ്ടുപേരും ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരാറുണ്ടോ? അഭിനയിക്കുന്ന സമയത്ത് ചേച്ചി നന്നായിട്ട് പറഞ്ഞുതരും, ഇങ്ങനെ നീ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. അത് ഭാഗ്യമാണ് കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. വേണമെങ്കിൽ പറഞ്ഞു തരാതിരിക്കാം. പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു മനസ്സില്ലേ, വലിയ കാര്യമാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഇപ്പൊ ആര് ചെയ്താലും എനിക്കറിയാം എന്നുള്ളത് കൊണ്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കണം. നമുക്കിപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട്
പറഞ്ഞു കൊടുക്കാണ്ടിരിക്കാമായിരിക്കാം. എനിക്കൊക്കെ പണ്ട് ഇതേപോലെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് അറിയാൻ മേലാതെ നിന്നിട്ട് വിഷമിച്ച അവസരങ്ങളിൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ മിണ്ടാതെ നിന്ന അവസ്ഥയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കത് മനസ്സിലാവുന്നതുകൊണ്ട് ഇപ്പോൾ എവിടെ ചെന്നാലും എനിക്കങ്ങനെ മിണ്ടാതിരിക്കാൻ തോന്നൂല. കാരണം എൻ്റെ ആ വിഷമം മറ്റുള്ളവർക്ക് ഉണ്ടാവരുതും എന്ന് തോന്നി പറഞ്ഞു. അതിപ്പോൾ ഇപ്പം എല്ലാവരും അത് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അവർ വിഷമിച്ചില്ലല്ലോ എന്നോർത്തപ്പോൾ. അല്ലാതെയും അങ്ങനെയാ. അല്ലാതെ അഭിനയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോലും ഒരു ഇത് വരുവാണെങ്കിൽ പറയും, രേവതി നീ അങ്ങനെ ചെയ്യുക, നീ അങ്ങനെ ഇത് ഓരോ കാര്യങ്ങൾ ഉപദേശിച്ചായിരുന്നു അമ്മയൊക്കെ പറഞ്ഞു തരൂലേ, അതുപോലെ. ലോകത്ത് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്നറിയാമോ? ഉപദേശം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. അതിപ്പോ രേവതി, അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, രേവതിക്ക് ഉപദേശിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ കുട്ടികൾക്ക്, എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് അവരെപ്പോഴും അമ്മ ഒന്ന് നിർത്താം, അവർക്ക് ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ രേവതി നേരെ ഓപ്പോസിറ്റാണ്. രേവതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അത് കേൾക്കുകയും ചെയ്യും, അനുസരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനും ചിലപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനേ. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ അത് പാലിക്കാത്തതായിരിക്കും നല്ലൊരു രസം. അപ്പോൾ കൂട്ടത്തില് നാലുമക്കളിൽ ഏറ്റവും അനുസരണ ആർക്കാണ് സീരിയലില്? എല്ലാവരും അനുസരണമുള്ളവരൊക്കെ തന്നെയാണ്. എല്ലാവരും ഇപ്പൊ എനിക്കങ്ങനെ, ഞാൻ കൂടുതൽ രേവതിയായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഫോണിലാണെങ്കിലും ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇവരുടെയൊക്കെ ഈ സെറ്റിൽ വരുമ്പോഴുള്ള ഇതാണ്. പക്ഷെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് പെരുമാറുന്നത്. രേവതി ഫോണിൽ, രേവതി ഈ പറഞ്ഞ പോലെ എല്ലാവരോട്ടും അങ്ങനെയാണ്. ഈ സെറ്റിലുള്ള ആരുടെയും നമ്പർ രേവതിയുടെ കയ്യിൽ ഇല്ലാത്തതായിട്ട് ഉണ്ടാവില്ല. കോണ്ടാക്ട് ബുക്കാണോ? അതെ, കോണ്ടാക്ട് ബുക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്കാരനെ ഉണ്ടാവുള്ളൂ, ഉണ്ടാവാത്തതായിട്ട്. ബാക്കി അതെ, പിന്നെ ബാക്കി ആരുടെയും നമ്പർ എൻ്റെ കയ്യിലില്ല. ഞാൻ ഇവിടെ കാണുമ്പോൾ ഉള്ള സ്നേഹം, ആ സ്നേഹം അങ്ങനെ തന്നെ മനസ്സിലുണ്ട്. അതങ്ങനെയല്ല നല്ലത്. അപ്പോൾ അത് ഫാമിലിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അത് ഞാനിപ്പോൾ അതുകൊണ്ട് പഠിച്ചു വരുന്നു. ഇപ്പം ചേട്ടനാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നതും സീരിയലിൽ അഭിനയിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ടോ? അപ്പോഴത്തേക്കും ഒരു മേജർ വ്യത്യാസമായിട്ട് എന്താണ് തോന്നിയത്? മൂന്നും വ്യത്യസ്ത മേഖലയാണ്. നാടകമായാലും സിനിമയായാലും സീരിയലായാലും. സിനിമയിൽ ഇങ്ങനെ വല്ലാതെ അഭിനയിക്കേണ്ട കാര്യമില്ല, ബിഹേവ് ചെയ്താൽ മതി. സീരിയലിൽ കുറച്ചും കൂടി അഭിനയിക്കണം. അത് പക്ഷെ നാടകത്തിൽ ഇപ്പം മാറ്റമുണ്ട് മാഷേ. മുമ്പത്തേലും കുറെ മാറ്റമുണ്ട്. ഇപ്പൊ സീരിയലും ബിഹേവിയർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ പലരും അങ്ങനെയൊക്കെ എന്നാലും കുറച്ച് വേണം. എന്നാലും പ്രേക്ഷകർക്ക് ചെറിയ സ്ക്രീനിൽ ഇരുന്ന് കാണുന്നല്ലേ, കുറച്ച് നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും. പക്ഷെ നാടകം തീർത്തും വ്യത്യസ്തമാണ്. നാടകത്തിൽ അഭിനയിക്കണമെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചേ പറ്റൂ. മൊത്തം കാണാതെ പഠിക്കണമല്ലോ. പിന്നെ ഡയലോഗ് കംപ്ലീറ്റ് ബൈ ഹാർട്ട് പഠിക്കണം. അത് നമ്മൾ ഡയലോഗ് പഠിക്കണം, ലൈറ്റ് സ്പോട്ട് കറക്റ്റ് പഠിച്ചത് അതേപോലെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നീട് സ്റ്റേജിൽ അപകടമാണ്. മൈക്ക് ക്യാച്ച് ചെയ്യണം, ലൈറ്റ് ക്യാച്ച് ചെയ്യണം അല്ലേ. ഏറ്റവും പുറകിലിരിക്കുന്ന പ്രേക്ഷകന് നമ്മുടെ എക്സ്പ്രഷൻ കിട്ടണം. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ ജഡ്ജി ആയിട്ട് തന്നെയാണോ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നതാണ് കേസോടല്ലേ? ആ, മിക്കവാറും ആളുകൾ കണ്ടാൽ പറയുന്നത് തന്നെയാണ്. ഇത് വരുമ്പോ അത് മാറും. കേസോട്ടിലെ ജഡ്ജി അല്ലേന്ന് ചോദിക്കും കണ്ടാൽ. അല്ല, അത് മാറുമെന്നല്ല, അതങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് വരുമ്പോ ഇത് ചെറിയൊരു മാറ്റം വരാം. എന്ന് വെച്ചാൽ കാരണം അങ്ങനെയല്ലേ, മിനി സ്ക്രീനിലാണല്ലോ ആൾക്കാർ കൂടുതലും. ഇപ്പം ഗോമതിക്ക് ഇവരായിട്ടൊക്കെ ഉള്ള ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയായിരുന്നു സെറ്റിൽ വന്നപ്പോൾ? ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നതാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ചാൽ ബെസ്റ്റ് ഇംപ്രഷൻ ഓരോരായിട്ട് സ്പെസിഫിക് അങ്ങനെ എനിക്ക് ഇല്ല. പക്ഷെ എല്ലാവരും ഏറ്റവും നല്ല ഇംപ്രഷൻ തന്ന ആരാണ് സെറ്റില്? ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ആക്ട് ചെയ്യാൻ ഈസി ആയിട്ടിരുന്നു, ഹെൽപ്പ് ചെയ്തു, കമ്പനി തന്നു, പഠിപ്പിച്ചു. ഓക്കെ. ഇവിടെ ആരെങ്കിലും മലയാളം പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? അയ്യോ, ഇൻട്രസ്റ്റിംഗ് വാക്ക്. അത് വീഡിയോ ഫ്രണ്ട്ലി അല്ലേ? ഇവൾ എനിക്ക് ഫസ്റ്റ് ഞാൻ മലയാളം വായിക്കാൻ വേണ്ടി ഇവളോട് ചോദിച്ചപ്പോൾ ഇവൾ ബുക്ക് പഠിക്കും, ക്ലാസ്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ടിന്റെ ഗ്യാപ്പിൽ പഠിക്കും. അപ്പൊ ഇവൾ എനിക്ക് ഈ പഠിപ്പിച്ചു തന്നു. ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് ആയിപ്പോയി. ഇനി നെക്സ്റ്റ് ഇന്റർവ്യൂല് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ മലയാളത്തിൽ കുറച്ച് ഷെഡ്യൂൾ കഴിയുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം കറന്റ്ലി വേറെ വർക്ക്സ് കൂടെ ചെയ്യുന്നില്ലേ? അല്ല, ഞാനിപ്പോൾ കറന്റ്ലി ചെയ്യുന്ന വർക്ക് സി കേരളത്തിലെ കുടുംബശ്രീ ശാരദ എന്ന് പറഞ്ഞിട്ടാണ്.
അതും ആക്ച്വലി ഒരു റീമേക്കാണ്. തമിഴിലും കന്നഡയിലൊക്കെ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സീരിയലിൻ്റെ റീമേക്കാണ്. ഈ പുഴയും കടന്ന ഒരു റീമേക്ക് തന്നെയാണ്. അപ്പം നമുക്ക് സ്റ്റോറി നമുക്ക് അറിയാം അങ്ങോട്ടുള്ളത്. സോ 2 വർക്കും കൂടി പോകുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സോ ആക്ച്വലി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എങ്ങനെ രണ്ടും കൂടെ മാനേജ് ചെയ്യണം. ഇല്ല, അത് മാനേജ് ചെയ്യുന്ന ആൾ ഇദ്ദേഹമാണ്. അല്ല, 2 വർക്കും കൂടിയിട്ട് ഏറ്റവും കൂടുതൽ അല്ല, ഞാൻ ആക്ച്വലി എനിക്ക് കൂടുതൽ മാനേജ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. എനിക്ക് അത്ര പ്രശ്നം വരുന്നില്ല. അല്ല, മാനേജ് ചെയ്യുന്നത് 2 വർക്ക് ലാംഗ്വേജ് ആകുമ്പോഴത്തേക്കും ഡിഫിക്കൽട്ട് അല്ലേ? ലാംഗ്വേജോ തമിഴ്, തെലുഗു, മലയാളം. വാവ്. അതെ, ഇപ്പൊ ഞാൻ പ്രസന്റ് സീരിയൽ ചെയ്യുന്നത് തമിഴിലും മലയാളത്തിലും. ഇതിനു മുൻപ് ചെയ്തത് തമിഴിലും തെലുങ്കിലുമായിരുന്നു. ഇപ്പൊ കറന്റ്ലി 2 തമിഴും മലയാളം. സെരടിക്കാസി ഈ പുഴയും കടന്ന്. ഇപ്പൊ ഓക്കെ, ഈ പുഴയും കടന്ന് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സീരിയലിനും ഇതേ സെയിം നെയിം? സാങ്കേതികമായ ചില വിഷയങ്ങൾ, ഒഫീഷ്യലി ചില വിഷയം അല്ലേ, കോപ്പിറൈറ്റ് അങ്ങനെ മറ്റേ മഹാനദി എന്നായിരുന്നു. ഓക്കെ, മഹാനദി എന്ന് പറയുന്നൊരു തമിഴ് ഇതിന്റെ ആയിരുന്നു അത്. അപ്പൊ ഇപ്പൊ ഞങ്ങള് പൂജയടക്കം മഹാനദി എന്നായിരുന്നു അതിന്റെ പേരുണ്ടായിരുന്നത്. ഞങ്ങളിപ്പോ പഠിച്ചു വരണേ ഉള്ളൂ. ഞങ്ങളും അതെ, ഞങ്ങൾക്കും പുതിയതാണ്. പക്ഷെ അത് കുറച്ച് കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ കാരണം അത് ഈ പുഴയും കടന്ന് എന്നുള്ള രീതിയിലേക്ക് ആക്കി. അപ്പോൾ ഈ സീരിയല് കാണുമ്പോഴത്തേക്കും പ്രേക്ഷകർ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുനിന്ന്? എങ്ങനെ, നല്ല സെൻറ്റിമെൻ്റൽ ആയിരിക്കോ അതോ കുറേ ബോൾഡായിട്ടുള്ള 4 പെൺകുട്ടികളെ വളർത്തുന്ന ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിട്ടായിരിക്കോ? വളർന്നു വലിയ കുട്ടികളാണ് ഇവരിപ്പോൾ. അപ്പോൾ വളർന്ന് കഴിയുമ്പോൾ അതെ, അത് പകുതിക്ക് അത് ഇനി വളർന്നോളും. എന്താണ് അമ്മേന്റെ കൂടെ വളർന്നോളും, ബാക്കി എല്ലാരും കല്യാണം കഴിച്ചു. അപ്പൊ എന്താ അമ്മ വളർന്നിട്ടില്ലേ? അമ്മ വളർന്നിട്ടില്ലേ? അപ്പൊ ആഹാ, ചേച്ചിമാരൊക്കെ വളർന്നു, അമ്മേന്റെ കൂടെ വളർന്നു. ശരി, അമ്മ എനിക്ക് വളർന്നൊന്നും തോന്നുന്നില്ല. അവർ 5, 6, 7, 8 വർഷം മുന്നേ ഉള്ള സീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് നോക്കിയാൽ അതേ രൂപം തന്നെയാണ്. പിന്നെ കോളർ ഇട്ടിട്ട് വരേണ്ടതായിരുന്നു. സെയിം ആയിട്ട് നിപ്പുണ്ട്. ആണോ? താങ്ക് യു. അത് ഞാൻ സാധാരണ ഇതിനകത്ത് സാരിയാണ് വേഷം. അപ്പോൾ ഇവരൊക്കെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇവരിന്ന് ചുരിദാറായിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഈ സാരി വേണ്ട, അല്ലാണ്ട് നമ്മൾ കാഷ്വലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഇടാൻ പറഞ്ഞു. കാഷ്വലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടപ്പോൾ ഞാൻ ചെറുപ്പമായി മാറി. എനിക്ക് സാരി ഉടുക്കുമ്പോൾ എനിക്ക് നല്ല പ്രായമുണ്ട്. ഇവരൊക്കെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഇവരുടെ അമ്മയാണ്. ഇത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വിന്നറിന്റെ കൂടെയാണ് നിങ്ങൾ അഭിനയിച്ചത്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതൊരു പ്രചോദനമായിരുന്നു. എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതറിയില്ലായിരുന്നോ? അച്ഛന് കിട്ടിയിട്ടുണ്ട്. യെസ്, സ്വഭാവ നടന് വേണ്ടിയിട്ട്. അതെങ്ങനെ അതെ, ഞാൻ എപ്പോഴും ആലോചിക്കും ഇതെങ്ങനെ കിട്ടി ഫസ്റ്റ് പടത്തിന് തന്നെ. എപ്പോഴും അതൊരു ഐശ്വര്യമാണല്ലോ. പിന്നല്ലാണ്ട് അതിനേശ് അച്ഛന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഓഫ് കോഴ്സ് ആദ്യത്തെ സിനിമയാണല്ലോ. അപ്പോൾ നിങ്ങൾക്കിനി പ്രേക്ഷകരോട് സീരിയൽ കാണാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്ന് പറയാം. അടിപൊളി സ്റ്റോറിയാണ്. അപ്പം ഒരു അടിപൊളി ഇമോഷണൽ എല്ലാം ചേർന്നിട്ടുള്ള ഒരു സീരിയലാണ്. അപ്പം അടിപൊളി. ഇതില് ഇങ്ങനെ എന്താ പറയാ, അമ്മായിയമ്മ പോര്, നാത്തൂൻ പോര്, അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. കറണ്ടിൽ അതിനകത്ത് ശരിക്കും അതിനകത്ത് പോകുന്നത് തന്നെ ഇവരുടെ ആ ഒരു മക്കളുടെ ഒരു വേറൊരു മുഖങ്ങളാണ് പിന്നീട് അച്ഛൻ്റെ ഇതിന് ശേഷം കാണുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരിലാണ് ഇരിക്കുന്നത്, അവരാണ് ഇതിൻ്റെ മെയിൻ. അവരും അവരുടെ കൂടെ ജോഡിയായി വരുന്ന ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ നെടുന്തൂണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ പുഴയും കടന്ന് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്നു കയറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. താങ്ക് യു.